സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുകയാണ്. റിയ, എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളായ നദീർ, ഒപ്പം തന്നെ പോൾ ജോയ് മാത്യു, ഈ രണ്ട് പേരെ SIT സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. മറൈൻ ഡ്രൈവിലുള്ള ഈ ഓഫീസിൽ വെച്ച് അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ നദീറിനെയും പോൾ ജോയ് മാത്യുവിനെയും അന്വേഷണ സംഘം വിട്ടയക്കുകയും ചെയ്യും. ഏത് സമയത്ത് വിളിപ്പിച്ചാലും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നൊരു നിർദ്ദേശം, ഒരാവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പുലർച്ചെ 5:30 ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തുവെന്നായിരുന്നു നേരത്തെ കുടുംബം ചൂണ്ടിക്കാണിച്ചത്. അത് സംബന്ധിച്ചൊരു പരാതിയായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് മുമ്പാകെ അവർ നൽകിയത്. അതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. സിദ്ദിഖ് ഒളിവിൽ പോയതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പേരെ, സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കളായ രണ്ട് പേരെ പ്രത്യേക അന്വേഷണ സംഘം SIT ആണ് കസ്റ്റഡിയിലെടുത്തത്. രക്ഷപ്പെട്ടു പോകാൻ സിദ്ദിഖിനെ സഹായിച്ചത് ഇവരാണ് എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അതും പുലർച്ചെ മുതൽ ഇത്ര നേരം വരെ ചോദ്യം ചെയ്തു. പക്ഷേ ഒന്നും ലഭിച്ചില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറസ്റ്റിലേക്ക് പോകുമായിരുന്നില്ലേ? നിലവിലെ അത്തരത്തിലൊരു സൂചന, അതായത് ഇവരാണ് സിദ്ദിഖിനെ രക്ഷപ്പെടുത്തിയത്, അതിനെ സഹായിച്ചത്, വാഹനം ഓടിച്ചത് എന്നതിന് സൂചന, തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വാഹനമടക്കം കസ്റ്റഡിയിൽ എടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വിട്ടയക്കുന്നത്. പക്ഷേ അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിദ്ദിഖിന്റെ മകന്റെ അടുത്ത സുഹൃത്തുക്കൾ സിദ്ദിഖിന്റെ മകനൊപ്പം കഴിഞ്ഞ ദിവസവും ഇവരുണ്ടായിരുന്നു എന്നതാണ്. അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള കാരണം, എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചത്, ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷണ സംഘം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും ഈ രണ്ട് പേരുടെയും ചോദ്യം ചെയ്യൽ, ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരെയും അല്പസമയത്തിനകം തന്നെ വിട്ടയക്കും. ഈ കേസിൽ അന്വേഷണ സംഘത്തിന് ഏറ്റവും കുഴപ്പിക്കുന്നത്, സിദ്ദിഖ് ഒളിവിൽ പോകാൻ സഹായിച്ച വാഹനം ഇതുവരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സിദ്ദിഖിന് ഏറ്റവും അടുത്ത് ബന്ധമുള്ളവരാണ് സിദ്ദിഖിന്റെ വാഹനം ഓടിച്ചതെന്നും അവരാണ് ഒളിവിൽ പോകാൻ സഹായിച്ചതെന്നുമുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതാരാണ്, എവിടെയാണ് കൊണ്ടുവിട്ടത്, ഏത് വാഹനമാണ് ഉപയോഗിച്ചെന്നൊരു തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടം വരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും കുഴപ്പിക്കുന്നതും വലിയ വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ഏറ്റവും അടുത്തുള്ള ചില ആളുകളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട്, അത് പുലർച്ചെ 5:30 കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇത്രയും മണിക്കൂർ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത്. നേരത്തെ സിദ്ദിഖിന്റെ മകൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിവരങ്ങൾ കൃത്യമായി നൽകിയില്ലെങ്കിൽ അറസ്റ്റിലേക്ക് വരെ പോകുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞുവെന്നാണ് സിദ്ദിഖിന്റെ മകൻ കൂട്ടത്തിൽ ഒരാൾ വിളിച്ചുവെന്നാണ് പറഞ്ഞത്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ബ്ലാക്ക്മെയിൽ രീതിയിലുള്ള അന്വേഷണം പോകുന്നു എന്നത്. എന്തായാലും അന്വേഷണ സംഘം വലിയ വിമർശനത്തിനിടയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസമായി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. പക്ഷേ അപ്പോഴും ഈ സിദ്ദിഖ് എവിടെ എന്നൊരു സൂചന പോലും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ